ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നലത്തെ രാത്രിയിലത്തെ മഴ നിങ്ങൾക്ക് അറിയും. ഇന്നലെ രാത്രിയായിരുന്നു ഫുൾ മഴ, മഴയും ഇടിമിന്നലൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ഇതൊക്കെ മൊത്തം വെള്ളം, പുഴ പോലെ പോയി ചുറ്റും ഇറങ്ങാൻ പറ്റൂല. വണ്ടികളെല്ലാം അങ്ങനെ സൈഡുകളായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ വണ്ടികൾ കണ്ടില്ലേ, വണ്ടികളുടെ ബോഡീൻ്റെ അതുവരെ വെള്ളമാണ്. അത്രയ്ക്ക് വെള്ളം നിറയും മഴ പെയ്താൽ. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി റോഡിലേക്ക് പോകും. ഇന്നലെ സെഞ്ചറി മാത്രം ബാക്കിയുള്ള റോഡല്ലായിരുന്നു. ഇപ്പോൾ റോഡൊന്നും കാണാനില്ല. റോഡൊക്കെ ഫുൾ വെള്ളം എത്ര കയറിയെന്ന് നോക്കി അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇത് നോക്കിയാട്ടെ, എന്താണ് ഇതാണിപ്പോൾ റോഡിൻ്റെ അവസ്ഥ. ഇത് നമ്മുടെ ഇന്നലെ വീണ മരിങ്ങമരം. ഇതാണ് റോഡിലൂടെ ഇനി മൊത്തം വെള്ളം. കാറ്റുണ്ട്. ഇനി ഇന്ന് വൈകുന്നേരം വരെ വീണ്ടും മഴ ഉണ്ടാകും. ശ്രീകുട്ടി നോക്കി, അവിടെ റാഷിദിൻ്റെ ഗേറ്റ് വരെ വെള്ളം കയറി. നല്ല തണുത്ത കാറ്റും. ഇത് നോക്കിയേ, ഡസ്റ്റ്ബിന്നിൻ്റെ ആ സൈഡൊക്കെ കണ്ടോ, ദൈവമേ, മൊത്തം വെള്ളം നോക്കിയേ. എന്നാണ് ഈ റോഡൊക്കെ വെള്ളം കഴുകിയ ദൈവമേ. നല്ല തണുത്ത കാറ്റില്ലേ. വെള്ളമാണെങ്കിൽ ഭയങ്കര തണുപ്പ്. അങ്ങനെ നമ്മുടെ റോഡ് മൊത്തം വെള്ളം കയറി. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്കുള്ള വഴികളും ഇതാണ് അവസ്ഥ. ഇനി ഒരു മാസം എടുക്കും ഈ വെള്ളം എല്ലാം. ഇന്ന് രാത്രി വീണ്ടും മഴ. അയ്യോ, ഇന്നലെ രാത്രി ഞാൻ ശ്രീ പേടിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. കാരണം ആ കിച്ചണിൽ ഭയങ്കര ലീക്ക് രാത്രിയായപ്പോൾ. പിന്നെ എനിക്കുണ്ടല്ലോ പേടി, എന്താ അറിയോ, കാരണം നല്ല വിള്ളലുണ്ടല്ലോ എല്ലാ ബിൽഡിങ്ങിനും. അതിൽ നമ്മളെ റൂമിൽ എങ്ങാനും പൊളിഞ്ഞ് നമ്മളെ തലയ്ക്ക് മേലെ വീണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചത്തുപോയാലോ. ആരും വിളിച്ചാൽ പോലും അറിയുന്നില്ല, ആരും അറിയില്ല. രാത്രിയാണ് ഒന്നാമത്. അതാണ്. പകലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഒരു വണ്ടി വരുന്നുണ്ട്, പക്ഷെ ആ വണ്ടി ഇങ്ങനെ ഇതിൽ എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് അറിയാം കേട്ടോ. റോഡിൽ ആ വണ്ടി വരുന്നുണ്ട്. പയ്യെ വരുന്നുണ്ട് വണ്ടി. ഇങ്ങനെ ഇവർ പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് തോന്നുന്നു ആ വണ്ടീന്. ഇതാണ് അവസ്ഥ. വണ്ടിയുടെ ടയറിൻ്റെ മേലെ വരെ പതുക്കെ ഏതായാലും വണ്ടി വെള്ളത്തിലൂടെ വരുന്ന്. ചിലപ്പോഴില്ല, ഇന്നത്തെയൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടാവും. വെള്ളം ഇങ്ങോട്ടേക്ക് കയറുന്നുണ്ട്.
ഇതാ അങ്ങനെ വാ നമുക്ക് പോകാം.